മോനെ, ആ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചിച്ച് കൂട്ടുകയാണല്ലോ. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണല്ലോ ചേച്ചി പല ആലോചനകളും ഉണ്ടാവുന്നത്. മുമ്പൊന്നും എനിക്കിത്ര ഏകാന്തതയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ രാഷ്ട്രീയ നേതാവും മന്ത്രിയൊക്കെ ആയിരുന്നു. മിക്കപ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു, വലിയ തിരക്കിലുമായിരുന്നു. നിന്റെ കയ്യിലേക്ക് വന്ന മുഖ്യമന്ത്രി പദവി നീ വേണ്ടാന്ന് വെച്ചതല്ലേ? അതൊന്നും വേണ്ട. കുറച്ചു കാലം എനിക്ക് കുടുംബത്തോട് കഴിയണമെന്ന് തീരുമാനിച്ച് തന്നെയാ ആ പദവികളൊക്കെ വേണ്ടാന്ന് വെച്ചത്. അതിനിപ്പോ നീ കുടുംബത്തോടൊപ്പം തന്നെയല്ലേ? അതെ, അതിലാ ഞാനിപ്പോ ആനന്ദം കണ്ടെത്തുന്നത്. പക്ഷേ രാജു ഋതിക എപ്പോഴും ഇവിടെ വേണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ വല്ലാത്തൊരു മൂകതയാ. ഓ, സ്വന്തം മകളല്ലെന്ന് വിശ്വസിപ്പിച്ചിട്ട് പോലും ഇവൻ അവളെ അങ്ങ് മറക്കാൻ പറ്റുന്നില്ല. ഞാൻ ശരിയാക്കി കൊടുക്കാം. ചേച്ചി എന്താ ആലോചിക്കുന്നത്? എനിക്ക് മനസ്സിലായി. അവരുടെ പേര് കേൾക്കുന്നതിന് ചേച്ചിക്ക് ദേഷ്യമാണല്ലോ. എനിക്കിപ്പോ അങ്ങനെയൊന്നും ഇല്ല പ്രതാപ. അവനും അവളും കൂടി പലപ്പോഴും ഒരാവശ്യവും ഇല്ലാതെ എന്നോട് വഴക്കിന് വരുമ്പോ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അത് കുറച്ചു നേരത്തേക്ക് മാത്ര. അത് കഴിഞ്ഞ് ഞാനതങ്ങ് മറക്കും. എന്തൊക്കെയായാലും അവൾ എന്റെയും കൂടി വളർത്തുമകളല്ലേ. അവളെ മകളെ പോലെ തന്നെ കരുതണം ചേച്ചി. അവൾക്ക് അത്രയ്ക്ക് മെച്യൂരിറ്റി ഉള്ളൂ. എനിക്കെന്തോ എപ്പോഴും അവർ രണ്ടുപേരും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നൊരു തോന്നൽ. എനിക്കും അങ്ങനെ തന്നെയാ പ്രതാപ. കാര്യം ഞാനും അങ്ങനെ വഴക്കു കൂടുന്നേ ഉള്ളൂ. എന്റെയും മനസ്സിലൊന്നുമില്ല. ഉണ്ടാവരുത് ചേച്ചി. അവരെ മറക്കുകയോ വെറുക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് എന്റെ മരുമകൻ രാജുവിന്. അവൻ എന്ത് സ്നേഹമുള്ളവനാണെന്നറിയോ? സത്യം പറഞ്ഞാ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാ എന്റെ മരുമകൻ. എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാവൻ. ഈ മരുമകൻ പുന്നാരം താമസിക്കാതെ ഞാൻ അവസാനിപ്പിച്ചു തരാം. അവരെ രണ്ടുപേരും എപ്പോഴും എപ്പോഴും കാണണമെന്നൊരു തോന്നൽ. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും പ്രതാപ? രാജുവിന് അവന്റെ വീട്ടിൽ പോണ്ടേ? പോണം. ഞാൻ എന്റെ ആഗ്രഹം മാത്രമല്ലേ ചേച്ചി പറഞ്ഞത്. വലിയമാവ, നിന്റെ പണിഷ്മെന്റ് ഒന്നും തീർന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ മുറി അപ്പുറത്തല്ലേ? ഞാൻ ബെഡ്ഷീറ്റ് എവിടെ ഇരിക്കുന്ന അമ്മയോട് ചോദിക്കാൻ വന്നതാ. അവിടെ തറയിൽ കിടന്നിട്ട് വല്ലാതെ തണുക്കുന്നു. അമ്മേ, ബെഡ്ഷീറ്റ് എവിടെ വെച്ചിരിക്കുന്നത്? അത് ഹാളിലെ അലമാരയിലുണ്ട്. ശരി. എന്തായാലും ആ പണിഷ്മെന്റ് ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇവനൊരു മയം വന്നിട്ടുണ്ട്. മാറ്റം വരും പ്രതാപ. അവൻ കൊച്ചല്ലേ. അവനെ വഷളാക്കുന്നത് ഞാനാണെന്നുള്ള കാര്യം ഇവൻ അറിയില്ലല്ലോ. ദീപകിന്റെ കാര്യത്തിൽ ഗൗരവമുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയമായിട്ടുണ്ട് പ്രതാപ. അവൻ നന്നാവണം. അത് മാത്രമേ എനിക്കും ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം.